അനന്തഭദ്രത്തിന് ഞാനൊരു വേറൊരു രീതി അനുസരിച്ചിട്ടുള്ള കോസ്റ്റ്യൂം കാവ്യക്ക് നമ്മുടെ സാധാരണ കേരളത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന രീതിക്കുള്ള രീതി ആ സംഭവങ്ങൾ ചെയ്തു വരുമ്പോഴാണ് ഇതിനൊക്കെ തന്നെ ഒരു ക്ലോത്ത് അവിടെ കിടക്കുന്നത് സന്തോഷമായിട്ട് വന്നിട്ട്. അപ്പൊ ധാവണിയുടെ പീസ് നമ്മൾ സാധാ നല്ലൊരു കോട്ടന്റെ ബ്ലീച്ച് ചെയ്ത് വെച്ച ധാവണി. സന്തോഷമായിട്ട് ചോദിച്ചു, ഇതെടുത്ത് മാറ്റിയിട്ട് ഇതാ കൊടുത്തൂടെ, ഈ സാധനം ഇട്ട് ധാവണി അത് സാറ്റിന്റെ ക്ലോത്താണ്, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. സാറ്റിനെ ക്ലോയിസിംഗ് ഉള്ളൊരു സാധനം ഞാൻ അത് നിങ്ങൾ കൊടുക്കതേ. അതിപ്പോ നമ്മളിത് ഞാൻ എന്ത് ചെയ്തെന്നറിയാം, അപ്പോഴും തന്നെ ആ സ്റ്റുഡൻസിനെ വിളിച്ചു വെച്ച് അതിലൊരു വാട്ടർ ഓഫ് വെച്ചടിച്ചിട്ട് ആ സാധനം കൊടുത്തിട്ട് അതെടുത്ത് പുള്ളി സ്റ്റില്ലെടുത്ത് ഷൂട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും ആ ഉച്ച സമയത്ത് ഒരു 11 മണി സമയമൊക്കെയാണ്. ആ സമയത്ത് എനിക്ക് അങ്ങോട്ടേക്കും ഈ ഗ്ലേസിങ് ഇത്രയും ഇങ്ങനെ ഒരു സാറ്റിന്റെ ധാവണിയൊക്കെ വന്നാൽ അത് പിന്നെ പുള്ളിയുടെ ആ ഒരു ലൈറ്റിങ് പുള്ളിക്കറിയാം അതെങ്ങനെയാണെന്ന്. പക്ഷെ അത് വരുമ്പോൾ പെയിന്റിങ്സ് പോലെയാണ്. സ്ക്രീനിൽ വന്ന് നമ്മളത് കാണുമ്പോൾ നമ്മൾ ആ ഉച്ചയ്ക്ക് നമ്മളൊരു കോസ്റ്റ്യൂം ഇട്ടിട്ട് അവിടെ പുറത്തിറങ്ങിയ ആ സാറ്റിന്റെ ആ ഒരു ഫീലൊന്നും അല്ല. പുള്ളി വെച്ചേക്കുന്ന ഫ്രെയിം വേണം പുള്ളിയുടെ ഒരു. അപ്പൊ അതാണ് ഓരോരുത്തരുടെയും ട്രീറ്റ്മെന്റിന്റെ രീതി വ്യത്യാസം. അനന്തഭദ്രം എന്ന മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ സതീഷനാട്ടോ ഈ സംഭവം പറഞ്ഞത്. നമുക്കറിയാം അനന്തഭദ്രം എന്ന മൂവിയിലെ കാവ്യമാധവനെ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ധാവണി, അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ പൊതുവെ ഇത്തിരി സ്റ്റിച്ച് ചെയ്യണതും ഡിസൈനൊക്കെ ചെയ്യാനായതുകൊണ്ട് തന്നെ ഞാനത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പതിവ് സിനിമയിലൊക്കെ കാണുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അന്നത്തെ ഒരു ധാവണി ഉണ്ടായിരുന്നത്. കാര്യം ഈ പറഞ്ഞ പോലെ സാറ്റിന്റെ കളർ ഷോള് വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു ആ ധാവണി. നിങ്ങൾ ആരെങ്കിലും അത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതിനുശേഷം നിങ്ങൾ ആരെങ്കിലും ഇതേപോലുള്ള ധാവണി എടുത്ത് നടക്കണ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ പറയണോട്ടോ.